ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മിക്സ് വെജിറ്റബിൾ കറിയാണ്. വളരെ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഈ ഒരു കറി തയ്യാറാക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടുള്ളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ല്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു അടിപൊളി മിക്സ് വെജിറ്റബിൾ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അതിനായി നമുക്കൊരു ബൗളിൽ ചൂടുവെള്ളം എടുക്കാം. അതിലോട്ട് ഒരു 2.5 കപ്പ് കോളിഫ്ലവർ നമുക്ക് വെള്ളത്തിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. അണുക്കളുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിലൊന്ന് ചേർത്ത് കൊടുക്കുന്നത്. ഈ വക ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ആ വെള്ളത്തിൽ നന്നായിട്ട് നയക്കുക ഒന്ന് വെച്ചതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റിന് വെച്ച് കൊടുക്കാം. അതിനായി നമുക്കൊരു മിക്സി ജാർ എടുക്കാം. മിക്സി ജാറിലോട്ട് ഒരു 5-6 വെളുത്തുള്ളി, ഒരു കുഞ്ഞു പീസ് ഇഞ്ചി, ഒരു പച്ചമുളക് നമുക്ക് മിക്സിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ കൂട്ടത്തിൽ തന്നെ ഒരു മീഡിയം സൈസ് സവോള അതും കൂടെ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം ലിറ്റിട്ട് ക്ലോസ് ചെയ്ത് ജസ്റ്റ് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് ഇവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം നമ്മുടെ കോളിഫ്ലവർ വെള്ളത്തിൽ നിന്ന് ഒരു പ്ലേറ്റിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. നമ്മുടെ കോളിഫ്ലവർ പ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം, നമ്മുടെ സവോള ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ ഒരു പൊട്ടാറ്റോ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ കുറച്ച് ഗ്രീൻ പീസ് അതായത് 1 കപ്പോളം നമ്മുടെ ഗ്രീൻ പീസും കൂടെ എടുത്തിട്ടുണ്ട്. ഫ്രോസൺ ഗ്രീൻ പീസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ച് പനീറും കൂടെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഗ്രീൻ പീസ് കൂടാതെ നമുക്ക് ക്യാരറ്റ് ആഡ് ചെയ്യാം, ബീൻസ് ആഡ് ചെയ്യാം. നമുക്ക് താല്പര്യമുള്ളത് വെജിറ്റബിൾസ്, മഷ്റൂംസ് ആഡ് ചെയ്യാം. ഏതാണെന്ന് വെച്ചാൽ അതൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിനായി നമുക്കൊരു കടായിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തതിന് ശേഷം അതിലോട്ട് ആദ്യം നമുക്ക് നമ്മുടെ പൊട്ടാറ്റോസ് ഒന്ന് ക്യൂബ്സ് ആക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നമുക്കൊന്ന് ലൈറ്റ് ഒരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നിടം വരെ നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. നമ്മുടെ കിഴങ്ങ് ഇവിടെ നന്നായിട്ടൊന്ന് സോട്ടായി വന്നിട്ടുണ്ട്. ലൈറ്റ് ഒരു ഗോൾഡൻ ഷെയ്ഡ് ആയതിനു ശേഷം നമുക്കിതിലോട്ട് ക്യാപ്സിക്കം ആഡ് ചെയ്യാം. നിങ്ങൾ ക്യാരറ്റ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കിഴങ്ങ് ആഡ് ചെയ്തതിന് ശേഷം ക്യാരറ്റും കൂടെ സോട്ട് ചെയ്തതിന് ശേഷം വേണം ക്യാപ്സിക്കം ഒന്ന് സോട്ട് ചെയ്യുന്നത്. ക്യാപ്സിക്കം ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ക്യാപ്സിക്കം ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് സോട്ടായതിനു ശേഷം നമുക്കിതിലോട്ട് ഗ്രീൻ പീസും കൂടെ ആഡ് ചെയ്ത് ഗ്രീൻ പീസും കൂടെ ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഈ വെജിറ്റബിൾസ് എല്ലാം ലൈറ്റായിട്ടൊന്ന് കുക്കായാൽ മതി കേട്ടോ. അധികം കുക്കാവുന്നതിനെക്കാട്ടി ലൈറ്റ് ഒരു ക്രഞ്ചിനെസ് ഉണ്ടെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ 2 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ഗ്രീൻ പീസും ഈ ഒരു ക്യാപ്സിക്കം എല്ലാം നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു ക്യൂബ്സ് ആക്കി കട്ട് ചെയ്ത് സവോളയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം അതും കൂടെ ഒരു 2 മിനിറ്റ് നമുക്ക് സോട്ട് ചെയ്ത് കൊടുക്കാം. 2 മിനിറ്റ് ഈ വക എല്ലാം സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ വക എല്ലാം നമ്മുടെ ഒരു പ്ലേറ്റിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. പ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം അതേ സെയിം ഓയിലിലോട്ട് നമുക്ക് നമ്മുടെ വെള്ളത്തിൽ വെച്ചിരുന്ന് മാറ്റി വെച്ച ആ ഒരു കോളിഫ്ലവറും കൂടെ ആഡ് ചെയ്ത് ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആവുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നമ്മുടെ കോളിഫ്ലവറും ഇവിടെ ലൈറ്റായിട്ടൊന്ന് സോട്ടായി വന്നിട്ടുണ്ട്. നമുക്ക് അതും കൂടെ ഒരു പ്ലേറ്റിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. കോളിഫ്ലവറും കൂടെ വേറെ പ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു കടായിലോട്ട് 1 ടീസ്പൂൺ ഓയിൽ ചേർത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പനീറിൻ്റെ ക്യൂബ്സ് നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് ആ ഒരു പനീറിൻ്റെ ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആവുന്നിടം വരെ നമുക്ക് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അതായത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. നമ്മുടെ പനീരും ഇവിടെ നന്നായിട്ടൊരു ഗോൾഡൻ ഷെയ്ഡായി വന്നിട്ടുണ്ട്. ഒരു പ്ലേറ്റിലോട്ട് നമുക്ക് ഈ വകയെല്ലാം ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതേ സെയിം കടായിലോട്ട് ഒരു 2 to 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഓയിൽ ഇവിടെ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമുക്കിതിലോട്ട് ഒരു 5-6 നമ്മുടെ കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം ഒരു ടീസ്പൂണ് ജീരകം കൂടെ ആഡ് ചെയ്ത് ആ ഒരു ജീരകം നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു വെളുത്തുള്ളിയും ഇഞ്ചിയും സവോളയും പച്ചമുളകും നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ വകയെല്ലാം നന്നായിട്ടൊരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നന്നായിട്ട് വഴറ്റുന്ന അത്രയും നല്ല കറിയായിട്ട് നമുക്ക് ടേസ്റ്റി ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നിടം വരെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ വകയെല്ലാം വഴണ്ട് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു മിക്സി ജാർ എടുക്കാം. മിക്സി ജാറിലോട്ട് നമുക്ക് ടൊമാറ്റോയുടെ ആ ഒരു പ്യൂറേ തയ്യാറാക്കാം. അതിനായി ഞാനൊരു 2 മീഡിയം സൈസ് നമ്മുടെ ടൊമാറ്റോ നമ്മുടെ മിക്സി ജാറിലോട്ട് ചേർത്തിട്ടുണ്ട്. ലിറ്റിട്ട് ക്ലോസ് ചെയ്ത് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നോക്കിക്കോളൂ, നന്നായിട്ടൊരു ഫൈൻ പേസ്റ്റ് ആക്കി നമ്മുടെ ടൊമാറ്റോ പ്യൂറേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കടായിലെ ആ ഒരു സവോളയും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോയുടെ പ്യൂറേ നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ വകയെല്ലാം നന്നായിട്ടൊരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ആവശ്യമനുസരിച്ച് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, ഒരു 1/2 ടീസ്പൂണ് നമ്മുടെ മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ കൂട്ടത്തിൽ തന്നെ നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് നമുക്ക് ഇതിലോട്ട് 1.5 ടീസ്പൂണ് നമ്മുടെ കിച്ചൺ കിങ് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പാവ് ഭാജി മസാല വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ശേഷം ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് ആ ഒരു മസാലകളുടെ പച്ചമണം മാറുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ.
ഇനി നമ്മുടെ ഈ ഒരു മസാലകളും തക്കാളിയെല്ലാം നന്നായിട്ടൊന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട് നമുക്കിതിലോട്ട് ഒരു 1/4 ഗ്ലാസ് നല്ല ചൂട് വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു കുക്കിംഗ് പ്രോസസ്സിങ് അതേ രീതിയിൽ തന്നെ ഉണ്ടാവാനായിട്ട് നമ്മൾ ചൂടുവെള്ളം ആഡ് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ഒരു ഗ്രേവി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മസാലകളെല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് നമ്മൾ സോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മുടെ പനീരും ക്യാപ്സിക്കം കിഴങ്ങ് ബാക്കിയെല്ലാം നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലകളെല്ലാം നന്നായിട്ടൊന്ന് കോട്ടാവുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് സ്വാദനുസരിച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ കസ്തൂരി മേത്തി ജസ്റ്റ് കൈ കൊണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് നമുക്കിതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കസ്തൂരി മേത്തി ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് സ്കിപ്പ് ചെയ്ത് ആഡ് ചെയ്തോളൂ കേട്ടോ. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഗ്രേവിയുടെ തിക്നെസ് അനുസരിച്ച് നമുക്കിതിലോട്ട് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളം നല്ല ചൂടുവെള്ളം ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഗ്രേവിയുടെ തിക്നെസ് എത്രമാത്രം നമുക്ക് ആവശ്യമുണ്ട് അതനുസരിച്ച് വെള്ളം ആഡ് ചെയ്തോളൂ കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തട്ടിപ്പൊട്ടി വെച്ച് ലിഡിറ്റ് ക്ലോസ് ചെയ്ത് ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് ലിഡ് ഓപ്പൺ ചെയ്യാം. നോക്കിക്കോളൂ, നന്നായിട്ടൊന്ന് ബോയിലായി വന്നിട്ടുണ്ട്. നമ്മുടെ ആ ഒരു വെജിറ്റബിൾസ് വീണ്ടും ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ലിഡിറ്റ് ക്ലോസ് ചെയ്ത് ഒരു 5 മിനിറ്റ് വീണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് ലിഡ് ഓപ്പൺ ചെയ്യാം. വാവ്, സൂപ്പർ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു മിക്സ് വെജിറ്റബിൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് നല്ലൊരു ഫ്ലേവർഫുൾ ആയിട്ടുള്ള കറി തയ്യാറാക്കാനായിട്ട് നമുക്ക് ഇതിലോട്ട് നമ്മുടെ ഫ്ലേവർഫുൾ ആയിട്ടുള്ള മല്ലിയിലയും കൂടെ ചോപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. സൂപ്പർ ടേസ്റ്റി ഡെലീഷ്യസ് ആയിട്ട് നമ്മുടെ ഈ ഒരു മിക്സ് വെജിറ്റബിൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു സർവിങ് ബൗളിലോട്ടൊന്ന് സർവ് ചെയ്ത് കൊടുക്കാം. ചപ്പാത്തി, നാൻ, പൂരി, പറാഠ, ആലു പൊറാഠ എന്തിൻ്റെ ഒപ്പം സൂപ്പർ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയുള്ള ഒരു അടിപൊളി മിക്സ് വെജിറ്റബിൾ കറിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. പെർഫെക്റ്റ് ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ പോയി വാങ്ങുന്ന അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി നമ്മുടെ വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇതുപോലെ നല്ല നല്ല റെസിപ്പിക്കായി ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ് ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.